എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ബ്യൂട്ടി ടിപ്സിൽ ഡ്രൈ സ്കിന്നിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സ്കിന്നാണ് ഡ്രൈ സ്കിൻ. സാധാരണ ഒരു ഏജ് കഴിയുമ്പോഴാണ് കൂടുതലായിട്ട് നമ്മൾ ഡ്രൈ സ്കിന്നുകാരെ കാണുന്നത്. ചെറുപ്പത്തിൽ നമ്മൾ നമ്മുടെ സ്കിൻ എപ്പോഴും നന്നായിട്ടിരിക്കും. ഒരുപാട് ഡ്രൈ സ്കിന്നുകാരെ ചെറുപ്പക്കാരിൽ ഞാൻ കാണുന്ന വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ കാണുന്നത് ഒരു 30+, 40+ലൊക്കെയാണ് നമ്മളിത് കൂടുതലായിട്ട് കാണുന്നത്. പ്രത്യേകിച്ച് ഇവർക്ക് ക്ലൈമറ്റ് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ കഴിഞ്ഞാലും കൂടുതലായിട്ട് പ്രശ്നങ്ങൾ മുരിഞ്ഞു വരിക, അതൊക്കെ ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വളരെ വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇതിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ, വെള്ളം നിറയെ കുടിക്കണം. ഈ സ്കിന്നുകാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവർക്കാണ് പിന്നെ പിഗ്മെന്റേഷനും ഒക്കെ വരാൻ സാധ്യത കൂടുതൽ. അതുകൊണ്ട് വെള്ളം നമ്മൾ മുടക്കരുത്. 2 ഗ്ലാസ് ഒരു ഗ്ലാസ് മണിക്കൂറിൽ 1 ഗ്ലാസ് വെച്ച് നമ്മൾ വെള്ളം കുടിച്ചിരിക്കണം. അപ്പം അങ്ങനെയുള്ള നമ്മൾ ഈ വെള്ളം കുടിക്കുന്നത് പോരാഞ്ഞിട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും കൂടെ വേണം. ഇപ്പൊ വെയിലത്ത് നമ്മൾ പുറത്ത് പോയിട്ട് തിരിച്ചു വരികയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അത് ശരിക്കും ഞാൻ പറഞ്ഞു മുടിയിലൊക്കെ ഡ്രൈ ആകുന്ന പോലെ സ്കിന്നും നമുക്ക് ഡ്രൈ ആകുന്നുണ്ട്. അപ്പൊ ആ സ്കിൻ കൂടുതൽ ഡ്രൈ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചു വന്ന ഉടനെ നല്ലോണം പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് നമ്മൾ കുറച്ച് പാലെടുക്കുക. അത് ഇത്തിരി പ്രയാസമൊന്നുമുള്ള കാര്യമല്ല. പാല് നമ്മുടെ വീട്ടിലെപ്പോഴും കാണുന്നതാണ്. പാലിൻ്റെ കൂടെ കുറച്ച് നെയ്യ്, ആ പാലും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഡ്രൈ ആയ ഭാഗങ്ങൾ മുഖത്തും നമ്മുടെ കൈകളിലും ഒക്കെ ഒന്ന് മസാജ് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ച് നല്ലോണം സാവകാശത്തിൽ ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത ശേഷം നല്ല പച്ചവെള്ളത്തിൽ കഴുകുക. ഇത് നമുക്ക് കൂടുതൽ നമ്മുടെ എണ്ണമയം നമുക്ക് കുറച്ച് ഒന്ന് കൂട്ടാനുള്ള സഹായിക്കും. അതുപോലെ തന്നെ സോപ്പിന്റെ ഉപയോഗം നമ്മൾ നിർത്തുന്നത് തന്നെയാണ് നല്ലത്. ഡ്രൈ സ്കിന്നുകാർ സോപ്പിന്റെ ഉപയോഗം നിർത്തിയിരിക്കണം. അതിന് പകരം നമുക്ക് എന്ത് വേണേലും ഉപയോഗിക്കാം. ഇപ്പം സോപ്പ് നമുക്ക് ഓട്സ് അതിന് പകരമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് മുഖം കഴുകാൻ ഉപയോഗിക്കാം. കൈകളിൽ ഉപയോഗിക്കാം. ഞവര അരി, അത് കേട്ട് കഴിഞ്ഞാൽ പേടിച്ചൊന്നും പോകണ്ട, നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ്. അത് പൊടിച്ച് നമ്മൾ ഒരു ടിന്നിൽ അടച്ചു വെച്ചിരുന്നാൽ മതി. നമ്മൾ ബാത്റൂമിൽ അത് സൂക്ഷിക്കുന്നതാണ് നല്ലത്. ഞവര അരിയും പയറുപൊടിയും കൂടെ മിക്സ് ചെയ്ത് വെക്കുക. അത് വെച്ച് കുളിക്കുന്നത് നമ്മുടെ ഡ്രൈ സ്കിന്ന് മാറ്റി നമുക്ക് എണ്ണമയം വരുത്താൻ സഹായിക്കും. സോപ്പോ ഫേസ് വാഷ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത്. അതിന് പകരം ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിലത് കേൾക്കില്ല, അല്ലെ മനസ്സിലായില്ല എന്ന് പറയും. അതുകൊണ്ടാണ് പിന്നെ ഞവര അരിയും അതിൻ്റെ കൂടെ പയറുപൊടിയും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ച് വെക്കുക. അത് വെച്ച് കുളിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുളി കഴിഞ്ഞ ഉടനെ ഒരു നനവോടുകൂടി തന്നെ വന്ന് നമ്മൾ നല്ലൊരു മോയിസ്ചറൈസർ, അത് ആരെങ്കിലോടും ഡിസ്കസ് ചെയ്യുക, അതിൽ ഒരു പാർലറിലായാലും അതല്ല ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷനിലുള്ള ഒരു മോയിസ്ചറൈസർ ഉപയോഗിക്കുന്നത് നല്ലത് തന്നെയാണ്. നല്ലോണം മോയിസ്ചറൈസർ കുളി കഴിഞ്ഞ ഒരു നനവോടുകൂടി ബോഡിയിലൊക്കെ ഇടുക. മുഖത്തും ഒക്കെ നന്നായിട്ട് ആ ക്രീം അപ്ലൈ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മൾ പുറത്തു പോകുന്നവരാണെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ സൺസ്ക്രീൻ, പുറത്തു പോകുന്നവരല്ല വീട്ടിലാണെങ്കിലും സൺസ്ക്രീൻ ഉപയോഗിക്കണം. നമ്മുടെ ഒരു ലൈറ്റിൻ്റെ ചിലപ്പം അത് ഒരു പിഗ്മെന്റേഷൻ വരാൻ ഈ ഡ്രൈ സ്കിന്നുകാർക്ക് കൂടുതലായതുകൊണ്ട് ആ ഒരു ലൈറ്റിൻ്റെ വെളിച്ചം അടിച്ചാൽ പോലും ചിലവർക്ക് അതൊരു ടാൻ ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സൺസ്ക്രീൻ എപ്പോഴും ഉപയോഗിക്കണം. അപ്പോൾ ഈ ക്രീമിൻ്റെ കൂടെ സൺസ്ക്രീനും ഉപയോഗിക്കുക. പിന്നെ നമുക്ക് ടിപ്സ് എന്ന് പറയാൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒത്തിരി ഡ്രൈ ആയിട്ടൊന്ന് ആപ്പിൾ അടിച്ച് പാലും ചേർത്ത്, അതൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും വളരെ സിമ്പിളായിട്ടുള്ള കാര്യം പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ചെയ്യാൻ എളുപ്പം അതേ പറ്റും. അല്ല ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയാൽ നിങ്ങളെ ഒരിക്കലും ചെയ്യില്ല. പാൽ അതുപോലെ നമുക്ക് എന്നും ക്ലെൻസറാണ്, ഡ്രൈനെസ് മാറ്റാൻ സഹായിക്കും. അതുപോലെ ആപ്പിൾ അടിച്ച് പാലും ചേർത്ത് ഫേസിൽ ഇടുകയാണെങ്കിൽ അല്ലെങ്കിൽ കയ്യിലും കാലിലും ഒക്കെ ഇടുന്നതൊക്കെ നല്ലതാണ്. അത് നമ്മുടെ ടാൻ മാറ്റി നമ്മുടെ മങ്ങിയ നിറമൊക്കെ മാറി നമുക്കൊരു നല്ല വെളുത്ത നിറം കിട്ടാനും സഹായിക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യം, നമ്മൾ കിടക്കുന്നതിന് മുമ്പേ ഏതെങ്കിലും ഒരു കോൾഡ് ക്രീം അതിൻ്റെ കൂടെ ഒരു ബദാം ഓയിലും കൂടെ ഇട്ട് ഒന്ന് മസാജ് ചെയ്യുക. അത് ചെറുപ്പത്തിൽ തന്നെ ഈ ശീലം ഉണ്ടാക്കി വെക്കണം.
നമ്മൾ എല്ലാം വന്നു കഴിഞ്ഞിട്ട് ചെയ്യാൻ നിൽക്കരുത്. നേരത്തെ തന്നെ നമ്മൾ ചെയ്തു തുടങ്ങിയാൽ നമുക്ക് കുറച്ച് പ്രായമാകും തോറും ഈ സ്കിന്നിന് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ നമ്മളെ അലട്ടില്ല. എന്നാലും ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഡ്രൈനെസ് ഒക്കെ വരാം. പക്ഷെ നമ്മൾ ഇതുപോലെ കെയർ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനൊന്നും വലിയ പ്രശ്നമുള്ളതല്ല. പിന്നെ കൂടുതൽ AC-യിൽ ഇരിക്കുന്നവർക്ക് ഡ്രൈ ആകാം. അപ്പൊ അങ്ങനെയുള്ളവരും ക്രീം ഇടയ്ക്കിടയ്ക്ക് കയ്യിലും മുഖത്തും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് തന്നെ നല്ലത് തന്നെയാണ്. നമ്മുടെ കയ്യിൽ ബാഗിലൊരു ചെറിയൊരു ട്യൂബ് കൊണ്ട് നടക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ എന്നിട്ട് ഇത് രാത്രി കിടക്കുന്നതിന് മുമ്പേ ഒരു കുറച്ച് കോൾഡ് ക്രീമിൽ ബദാം ഓയിലും ഇട്ട്, ബദാം ഓയിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതും ഇങ്ങനെ വാങ്ങിച്ച് അന്വേഷിച്ച് പോയി നടക്കണ്ട, അത് വാങ്ങിച്ച് നമ്മൾ സ്റ്റോക്ക് ചെയ്യുക. അതിന് വെച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ ഒരു പഞ്ഞി വെച്ച്, നനഞ്ഞ കോട്ടൺ വെച്ച് തുടച്ചിട്ട് നല്ലോണം വെള്ളം ഒഴിച്ചൊന്നുകൂടെ കഴുകിയിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇത് പിന്നെയും ഉണ്ട് ഡ്രൈനസ് മാറാൻ വൈറ്റമിൻ E ക്യാപ്സൂളും നല്ലതാണ്. അത് ഇട്ടുകൊണ്ട് മുഖത്ത് മുഴുവൻ ഇട്ടുകൊണ്ട് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാത്രിയിൽ ഒരു ക്രീമും ഇട്ട് കിടക്കരുതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഒരു ക്രീം ഇടുന്നതിൻ്റെ എഫക്റ്റ് നമുക്കൊരു 20 മിനിറ്റ് കൊണ്ട് നമ്മുടെ സ്കിന്നിൽ പിടിച്ചു കഴിയും. പിന്നെ നമ്മളത് വെച്ചിട്ട് രാവിലെ വരെ നേരം വെളുക്കുന്ന വരെ ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല. നമ്മുടെ സ്കിന്നിൽ പിടിച്ച് 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കതിനെ തുടച്ചു മാറ്റിയിട്ട് തന്നെ കിടക്കണം. കാരണം നമ്മുടെ ശ്വാസം പോലെ തന്നെയാണ് സ്കിന്നിനും ശ്വസിക്കാനുള്ള ഒരു ഇടം നമുക്ക് കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ ആ ക്രീമുകളൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഉടനെ തന്നെ ഒരു മണിക്കൂറിനകത്ത് അത് തുടച്ചു മാറ്റിയിട്ട് കിടക്കണം. അപ്പൊ കുറേ കാര്യങ്ങൾ, കൊച്ചു കൊച്ചു കാര്യങ്ങൾ. കാരണം നമ്മുടെ ക്രീം, നമുക്ക് ഡ്രൈ സ്കിന്നുകാർക്ക് ക്രീം വളരെ അത്യാവശ്യമാണ്. അതൊരു ഡോക്ടറെ കണ്ടിട്ട് തന്നെ വാങ്ങിച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. ഡോക്ടറുടെ ഒരു കൺസൾട്ടേഷനിൽ നമുക്കൊരു വിശ്വാസമാണ്. അതിലൊരു നല്ല ക്രീം അത്രത്തോളം മോയ്സ്ചർ ചേർന്ന കാര്യങ്ങൾ ഡോക്ടർ നമ്മുടെ സ്കിൻ നോക്കിയിട്ട് പറഞ്ഞു തരും. അപ്പം അത് നോക്കിയിട്ട് നമ്മൾ നമ്മളെന്നും കരുതണം. അതിന് നമ്മളൊരു ഉപേക്ഷ വിചാരിക്കും, വെള്ളവും കുടിക്കണം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഡ്രൈ സ്കിന്നുകാർക്കും ഒരു പ്രശ്നം ഉണ്ടാകില്ല. അവരും എപ്പോഴും നന്നായിട്ട് തന്നെ ഇരിക്കും. അവർക്കുണ്ടാകുന്ന ഭാവി വേറെയുള്ള പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും എല്ലാം ചെയ്ത് നോക്കണം.